ഹർഷ, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ വെളിയിലിറങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ? ഇപ്പോൾ 110 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പുറം ലോകം കണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് പല നേതാക്കന്മാരും ഉന്നയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും സംശയമുള്ളത് പോലെ, തെളിവുകൾ നശിപ്പിക്കപ്പെടാനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പല ഇനി വരാൻ പോകുന്ന പല വമ്പൻ സ്രാവുകളെയും കണ്ട് ഇനി എന്ത് വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താനൊക്കെ ഇവർക്ക് ഒരു അവസരമായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളെല്ലാം തന്നെയും ഇഡിയും പരിശോധിക്കുന്നുണ്ട്. ഇഡി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ സമൻസ് അയക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതിനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ സമൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അയച്ചാൽ മാത്രം മതി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എത്ര കേസുകൾ ഇഡി വന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ വിരളമാണെന്ന് പറയേണ്ടി വരും. ഈ പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയ സമ്മർദ്ദം SITക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയായിരിക്കണം ഈ 90 ദിവസം അല്ലെങ്കിൽ 110 ദിവസങ്ങൾക്ക് ശേഷവും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 4ഓളം പ്രതികൾ, അതിൽ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 4ഓളം പ്രതികൾ പുറത്തു വരാനുള്ള സാഹചര്യം. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. PD സതീശന് ഒരു തെളിവ് പോലും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. അതിന് VD സതീശൻ അല്ലല്ലോ ഈ തെളിവുകൾ കണ്ടെത്തി പുറത്ത് കൊണ്ടുവരേണ്ടത്. അതിനാണ് അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. അവരെ ഈ പറയുന്നത് VD സതീശന്റെ കയ്യിൽ വലിയ തെളിവുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓരോ കേസുകളും വഴിമുട്ടി നിൽക്കുമ്പോൾ കൃത്യമായ ഓരോ ഹിന്റ് ഇട്ട് കൊടുക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഡി മണിയുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ പറയുന്ന പോലെ ഒരു വിഷയം ഉന്നയിച്ചത് ഈ പറയുന്ന രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി SIT എവിടെയൊക്കെ വഴിമുട്ടി നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെയും ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. SITക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങൾ പോലും ഇപ്പോൾ പ്രതിപക്ഷം സഹായിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കഴിവെന്നോ കഴിവുകേടെന്നോ വിളിക്കേണ്ടി വരും. കാരണം സംസ്ഥാന സർക്കാർ തെറ്റുകാരാകുന്ന, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ പ്രതിസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കുടുംബത്തെയും സഹോദരങ്ങളെ പോലെ കാണുന്ന മന്ത്രിമാരെയും MLA-മാരെയും ഒക്കെ ചേർത്ത് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പോലും മാറ്റം വരുത്തേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പോലും വേണ്ടെന്ന് വെക്കേണ്ട, കണ്ണടക്കേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പലപ്പോഴേ കടന്നു പോകുന്നുണ്ട്. അല്ല, സംസ്ഥാന സർക്കാരിന്റെ ഈ അന്വേഷണം വളരെ മോശമായതുകൊണ്ടല്ലേ 110 ദിവസത്തിന് ശേഷവും ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ കഴിയാതെ പോയത്? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ശൈലജ ടീച്ചർ പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു. നമ്മുടെ സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് കൃത്യമായ അന്വേഷണത്തിലൂടെ ഇത്രയെങ്കിലും വേഗത്തിൽ SIT ഓരോ കാര്യങ്ങളും നീക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, കടകംപള്ളി സുരേന്ദ്രനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്, മൊഴികളിൽ വന്ന വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നുണ്ടെന്നുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും ചോദ്യം ചെയ്യുന്നില്ല? അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ അന്വേഷണപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒന്നും പുറത്തുവിടാൻ സാധിക്കുന്നില്ലെങ്കിലും ജനങ്ങളും മാധ്യമങ്ങളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഒരു ബാധ്യത തന്നെയാണ്. നമ്മുടെ കോടതി പറഞ്ഞതുപോലെ കോടതി നിരീക്ഷണത്തിലാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായാണ് പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസവും കോൺഫിഡൻസും കോടതിക്കുണ്ട് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. കോടതിയുടെ പല തീരുമാനങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വലിച്ചു നീട്ടാമെന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ഒന്നുകിൽ ഈ പറയുന്ന അന്വേഷണം ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പത്മകുമാറും വാസുവും എല്ലാം ഇപ്പോഴും ജയിലിനകത്താണ്. പക്ഷെ ഇവരെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും കുറ്റാരോപിതർ മാത്രമാണ്. അത് ഒരു സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഇതൊരു CPM നേതാവ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ ഇനി കോടതി ശിക്ഷ വിധിച്ചാൽ പോലും പാർട്ടി കോടതിയിൽ ഇവർ കുറ്റക്കാരല്ല എന്നുള്ളത്. പാർട്ടിക്ക് ഇവർ തെറ്റുകാരാണെന്ന് തെളിയുന്നത് വരെ ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് പാർട്ടി ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ താല്പര്യം എന്നുള്ളത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അതേ സമയത്താണ് പയ്യന്നൂരിൽ പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്ത കുഞ്ഞികൃഷ്ണനെ ഇടം വലം നോക്കാതെ പാർട്ടിയുടെ ഈ പറയുന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. അതെ, കുലംകുത്തിയാക്കി പുറത്താക്കിയിട്ടുള്ളത്. ഇതിന്റെ ഒരു ഈ ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ കേസുകളിൽ പ്രതികളായിട്ട് ഇന്നും ജയിലിൽ കഴിയുന്ന ആളുകളെ പാർട്ടിയിൽ തന്നെ തുടർന്നുകൊണ്ട് വെറും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അത്രയും ചേർത്ത് പിടിക്കുന്ന കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ CPMന്റെ ഇരട്ടത്താപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ പത്മകുമാറിനെ പുറത്താക്കിയാൽ, കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു, പത്മകുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലക്ഷങ്ങളോളം രൂപ CPM പിരിച്ച ഒരു കഥ. ഇതിപ്പോൾ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ ഒരു ഡി മണിയുടെ കാര്യം പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും SIT സംഘം സ്റ്റെക്കായി നിൽക്കുമ്പോൾ വീണ്ടും ഒരു ക്ലൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പത്മകുമാറിനെ
പത്മകുമാറിനെ CPM-ൽ നിന്ന് പുറത്താക്കാത്തത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരമാണ് ഈ പറയുന്ന ഒരു അഴിമതി എന്ന് പറയുന്നത്. സ്വാഭാവികമായും പുറത്താക്കിയാൽ ഏതൊക്കെ നേതാക്കന്മാരുടെ പൊക്കറ്റ് വീർപ്പിക്കാൻ ഈ ലക്ഷ്യങ്ങൾ പോയിട്ടുണ്ട്, അവരെല്ലാവരും കുടുങ്ങുന്ന ഒരു നിലയിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളിലും ഇത്തരത്തിൽ വാസുവിനെയും പത്മകുമാറിനെയും പുറത്താക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും CPM ഭയക്കുന്ന എന്തോ ഒന്ന് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, നമ്മൾ നേരത്തെ കേട്ടിരുന്ന ഒരു വിഷയമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്രിയെയും അറസ്റ്റ് ചെയ്യും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും മേളിൽ നിന്ന് വിളിച്ചു പറയുന്നത് മന്ത്രിയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അത് മാത്രമല്ല, തന്ത്രിയെ സംബന്ധിച്ച് തന്ത്രി അവിടെ ഇങ്ങനെ കാവൽക്കാരനായിട്ട് നിൽക്കുക എന്നുള്ള ഒരു വിഷയം മാത്രമാണ്. ദേവസ്വം ബോർഡ് ഇതിൽ ഒപ്പ് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒപ്പ് വെക്കുക, ഒപ്പ് വെച്ച് കൊണ്ടുപോവുക. അതിനപ്പുറത്തേക്ക് തന്ത്രിക്ക് അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവിടെ മന്ത്രിയാണ് വിളിച്ചു പറയുന്നത്, ദേവസ്വം ബോർഡ് മന്ത്രിയാണ് വിളിച്ചു പറയുന്നത് തന്ത്രിയോട്, നിങ്ങൾ അതിൽ ഒപ്പ് വെക്കണം, ഇതിൽ ഒപ്പിടണം, അത് കൊടുത്തു വിടണം, ഇത് കൊടുത്തു വിടണം, അത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം. ഇതെല്ലാം വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ മന്ത്രിയാണ്, അല്ലെങ്കിൽ മന്ത്രിയുടെ PA-മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് പങ്കുണ്ട്. പറയുന്നത് പോലെ തന്ത്രി അറസ്റ്റ് ചെയ്താൽ മന്ത്രിയെ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന പ്രസ്താവനയോടൊപ്പം നമ്മൾ കേട്ട മറ്റൊരു കാര്യമായിരുന്നു, മന്ത്രിയെ ഇനി ഒരു തവണ കൂടി ചോദ്യം ചെയ്താൽ മന്ത്രി അറസ്റ്റിലാകും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭയം കൊണ്ടായിരിക്കണം ഇനി ഒരു MLA അറസ്റ്റിലായാൽ CPM-ന് അത് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. നമുക്കറിയാം ആന്റണി രാജുവിന്റെ കാര്യം, അത് കൃത്യമായി ഇടത് സർക്കാരിനൊരു തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കള്ളന്മാരെ മാത്രം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന, കൊള്ളക്കാരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന CPM പാർട്ടിക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് തെല്ലും ചെറുതായിരിക്കില്ല, വലിയൊരു നാശത്തിന്റെ പടുകുടിയിലേക്ക് CPM-നെ തള്ളിവിടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അല്ല, പത്മകുമാർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശബരിമലയിൽ കട്ടിട്ടുണ്ടെങ്കിൽ, ശബരിമലയിൽ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ, രേഖകൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ആരെങ്കിലും ഇല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവിടെ കൃത്യമായിട്ടും മന്ത്രിയുടെ ഇടപെടൽ നടക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊരു യാഥാർത്ഥ്യമല്ലേ അതെ, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ ഒരു പേര് പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് ആണ് ഇതിനകത്ത് തെറ്റുകാരൻ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്നത് പോലെ പത്മകുമാറിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വാസുവിന്റെ കാര്യമാണെങ്കിലും ഇവർക്കൊന്നും ഒറ്റയ്ക്ക് പോയി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവർ ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. പത്മകുമാർ കഴിഞ്ഞ് കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആ ദൈവതുല്യനായിട്ടുള്ള വ്യക്തി മന്ത്രി എന്ന് പറയുന്നത് കടകംപള്ളിയാണ് എന്നുള്ള സംശയം ജനിപ്പിക്കുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ദൈവതുല്യന്മാർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ CPM-ൽ മന്ത്രിസ്ഥാനത്തും MLA സ്ഥാനത്തും ഇരിക്കുന്നവർ കുടുങ്ങുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും മേഘയും പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചെന്ന് ഈ പറയുന്ന ദ്വാരപാലക ശില്പമോ കട്ടിളപ്പാളിയോ ഇളക്കിക്കൊണ്ടുപോയി എന്നല്ല പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൃത്യമായ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെയായിരിക്കാം. അല്ലെങ്കിൽ അന്ന് അദ്ദേഹം അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് കൃത്യമായ ആരെന്ത് ചെയ്തു എന്നുള്ളത് അറിയാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ വിശ്വാസത്തിന്, ജനങ്ങളോട് കാണിക്കേണ്ട നീതി ഒന്നുണ്ട്. ആ ഒരു നീതിയുടെ പുറത്ത് SIT സംഘത്തിന്റെ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിൽ നയിക്കേണ്ടത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം കൃത്യമായാണോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നോക്കുന്ന, മോണിറ്റർ ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം എന്തുകൊണ്ട് കണ്ണടക്കുന്നു, അദ്ദേഹം എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രാധാന്യം നൽകുന്നില്ല, അതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി അവിടെ നിൽക്കുന്ന സമയത്താണ് ഇതിനെല്ലാം പ്രസക്തി വരുന്നത്. മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്ന ആരെയാണ്? പിണറായി സർക്കാരിനെയാണ്. പിണറായി സർക്കാരിന്റെ കാലയളവിലെ രണ്ടാമത്തെ മന്ത്രി മോഷണം ചെയ്തു. ആർക്കാണ് കുറ്റം വരുന്നത്? പിണറായി സർക്കാരിനാണ്. ആരാണ് ഇപ്പോ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചീത്തവിളി വാങ്ങിക്കുന്ന വ്യക്തി ആരാണ്? റോഡിലേക്ക് ഇറങ്ങിയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കഴിഞ്ഞ തലമുറയിലെ ആളുകളെ വരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്കാണ് ആളുകൾ സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ തേജോവധം ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പല ആളുകളും പറഞ്ഞാൽ ഇപ്പോൾ കേട്ടിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കക്കുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കൂടെ നിൽക്കുന്നവർ ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ്. ഇതൊന്നും കാണാൻ കഴിയാതെ, ഇതെല്ലാം കണ്ട് അവിടെ നിൽക്കാൻ കഴിയുന്ന ഒരാളായി മാത്രം പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ ഇവർ ഓരോരുത്തരും എടുത്തു വെച്ച് അലക്കുന്ന രീതിയിലേക്ക് പോകും. അതുകൊണ്ട് അദ്ദേഹവും മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശബരിമല വിഷയത്തിൽ ഇപ്പോൾ നമുക്കറിയാം, പ്രതിപക്ഷമാണെങ്കിൽ പോലും പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഒരു ഗാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ന് ഏറ്റവും കൂടുതലും വിജയം സമ്മാനിച്ചൊരു പാട്ടാണ്.
ആ പാട്ടിന്റെ മറ്റു വെർഷനുകളുമായിട്ട് വരാൻ പോകുന്നു. അതേപോലെ തന്നെ ഒരു വെബ്സൈറ്റ് രൂപീകരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് പ്രതിപക്ഷം പോകുന്നത്. ശബരിമല കൃത്യമായിട്ട് പ്രതിപക്ഷം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമെന്നതൊരു യാഥാർത്ഥ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും അതിനൊരു സംശയമില്ല എന്നാണ് നമുക്ക് ഇതുവരെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ പുതിയ യാത്രയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കൃത്യമായി കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ്.